ഇവിടെ ഒന്ന് കരയരുത്. വിഷ്ണു വിഷ്ണു, ഇഞ്ചക്ഷന് സമയായി. ഡോക്ടർ, ഇനി താമസിക്കണ്ട. അവന്റെ കണ്ണുകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉടനായിക്കോട്ടെ. അറിയാം, വരൂ. ഗോപു, എന്താ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാ ഡോക്ടർ. കൂടെ ആരൊക്കെയുണ്ട്? ഞങ്ങളൊക്കെ ഉണ്ട് മോനെ. ഗോപുവിന് ഞങ്ങളെയൊക്കെ കാണാനുള്ള സമയായി. എന്താ ഗോപു, നമുക്കിനി ഈ കെട്ടം കഴിച്ചു മാറ്റാല്ലേ? വിഷ്ണുവിനെ കണ്ടില്ലല്ലോ. വിഷ്ണുവിന്റെ ശബ്ദം കേട്ടില്ലല്ലോ ഡോക്ടർ. വിഷ്ണു വന്നില്ലേ? അവൻ വീട്ടിലുണ്ട് മോനെ. അവനിപ്പോ റെസ്റ്റ് വേണ്ടേ? അതെ, ഇനിയിപ്പോ കെട്ടഴിച്ചു കഴിഞ്ഞ വീട്ടിലേക്കല്ലേ പോകുന്നത്, അപ്പൊ കാണാലോ. ഡോക്ടർ, അതല്ല, എനിക്ക് ആദ്യം കാണേണ്ടത് എന്റെ വിഷ്ണുവിനെ. അവൻ എന്റെ പ്രകാശമാ. ആ പ്രകാശത്തെ അല്ലേ ഞാൻ ആദ്യം കാണേണ്ടത്. അതിന് അവന്റെ അച്ഛനും അമ്മയും ഇവിടെ തന്നെയുണ്ടല്ലോ. അതല്ല ഡോക്ടർ. ഗോപു, നീ ധൈര്യമായിട്ട് കെട്ടഴിച്ചോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അവന്റെ ശബ്ദം കേൾക്കുന്ന പോലെ. എന്നാ ഇനി കെട്ടഴിക്കാം അല്ലേ ഗോപു? നിക്ക്. മെല്ലെ മെല്ലെ തുറന്നോളൂ. ഗോപു, വിഷ്ണു, എന്റെ വിഷ്ണു. നിങ്ങളൊക്കെ എന്നെ പറ്റിച്ചതാണല്ലേ? എന്റെ വിഷ്ണു സുന്ദരനാണ്. അവനെന്തേ എനിക്ക് ടാറ്റ കാട്ടി പെട്ടെന്ന് ഓടി മറിഞ്ഞത്? എന്റെ വിഷ്ണുവിന്റെ അമ്മ, അച്ഛൻ, ഡോക്ടർ. ഇനി നമുക്കതും കുറച്ചു നേരം പുറത്തേക്ക് നിൽക്കാം. ഗോപു അല്പം റെസ്റ്റ് എടുക്കട്ടെ. അച്ഛൻ എന്തിനാ കരയുന്നേ?
ഗോപു. എന്തിനാ കരയുന്നത്? മോനെ, നമ്മളിപ്പോ പോയത് വിഷ്ണുവിന്റെ സമാധിയിലാണ് മോനെ. എന്റെ വിഷ്ണു എപ്പോ മരിച്ചു? അച്ഛനും ഡോക്ടറും പറഞ്ഞല്ലേ എന്റെ വിഷ്ണു സുഖമായിട്ട് വീട്ടിലിരിപ്പുണ്ടെന്ന്. മോനെ, നമ്മുടെ വിഷ്ണുവിന്റെ കണ്ണാണ് മോനെ നിനക്ക് തന്നിരിക്കുന്നത്. നോ, നിങ്ങൾ എന്നെ ചതിച്ചു. വിഷ്ണുവിന്റെ കണ്ണുകൊണ്ട് എനിക്ക് അവനെ കാണാൻ കഴിയോ? പിന്നെ എന്തിനാ എനിക്ക് ഈ കണ്ണ്? വിഷ്ണുവിന് കാണാൻ പറ്റാത്ത കണ്ണ് എനിക്ക് വേണ്ട. ഗോപു, വിഷ്ണു, നീ എന്റെ ഗോപു, ശരീരം തമ്മിലകന്നാലും എന്റെ ആത്മാവ് എന്നും നിന്റെ കൂടെ ഉണ്ടാവും. എന്തിനാ നീ എന്നെ വിട്ടു പോയത്? കരയാതെ ഗോപു, ഇനി ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്തു തീർക്കാനുണ്ട്. നീ തളരരുത്, ധൈര്യമായിരിക്കൂ. എന്റെ കണ്ണുകൾ കൊണ്ട് ഇനിയും നിനക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതാണ്. അതിന് നീ തളരാതെ മുന്നോട്ട് പോണം. എന്റെ വിഷ്ണുവിനെ ഒരു നോക്ക് കാണാൻ ഞാൻ എത്ര കൊതിച്ചിരുന്നു. പക്ഷെ ദൈവം നിന്നെ ഈ രൂപത്തിൽ കാണിക്കാനാണ് വിധിച്ചത്. അവനോട് പോയി. വിഷ്ണു, 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 വിഷ്ണു. എവിടാ രാമ, എടുക്ക് പണം. ഇതുവരെ നമ്മൾ ക്ഷമിച്ച്, ഇനി നമുക്ക് ആവില്ലട്ടാ. 5 കൊല്ലായില്ലടാ രാമ എന്റെ അടുത്ത് വട്ടിക്ക് പൈസ മേടിച്ചിട്ട്. വീരാണ, പൈസ ഞാൻ എത്രയും വേഗം തന്നോളാം. എനിക്ക് 2 ദിവസം സമയം കൂടെ തന്നാൽ മതി. അന്നൊക്കെ ചെയ്യേണ്ട പണിയുണ്ട്. എന്നോടാ കളി. രാമന്റെ മോളാണല്ലേ? ചോദിക്കാൻ വരുമ്പോ ഇന്ന് തരാം നാളെ തരാന്ന് പറയാന്നല്ലാതെ എപ്പോഴെങ്കിലും നീ തന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? എന്തേ അന്റെ നാവിറങ്ങിപ്പോയാ? അന്റെ അടുത്ത് കിട്ടൂലെന്ന് നമുക്കറിയാം. പക്ഷേങ്കില് അന്റെ മോളെന്ന് നമ്മൾ കൊണ്ടുപോകും. വരട്ടെ. അന്ന് എന്തിനാ വെറുതെ ഗുണ്ടകളോടൊക്കെ വഴക്കിടാൻ പോയി? ആ ചായക്കടയിലെ ആ പെണ്ണിനെ നോട്ടിട്ടല്ലേ? അണ്ണൻ ഈ പരിചയമില്ലാത്ത സ്ഥലമാണ് ഈ ചേരി. വെറുതെ പെണ്ണ് കേസിൽ നാറണ്ടട്ടാ. ആ പെണ്ണിനെ ഞാൻ അറിയോട്ടാ. നമ്മുടെ രാമേട്ടന്റെ മോളാ ചിന്നു. ഓ, ചിരിച്ചല്ല, അണ്ണന് ചിരിയാ ചന്തം. ഒന്ന് മെല്ലെ തിരുമട കണ്ണ, എന്റെ മേല് നാറിക്കല്ലേ. ചിന്നുമടുത്തേക്ക് അണ്ണൻ അറിയോ? ആ, എനിക്കറിയില്ല.
ആള് ഭയങ്കര ഗൗരവക്കാരനാ. ചിന്നു അടുത്തേക്ക് പരിചയപ്പെടണം. നീ നിന്റെ പണി നോക്കി പോടെ ചെറുക്ക. പരിചയപ്പെടുത്താൻ നടക്കണം. ലൈനായ അണ്ണാ, അണ്ണൻ കുടുങ്ങിയത് തന്നെ. ആ